എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോർക്കുമ്പോൾ കൊമ്പനോട് കോർക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ കൊമ്പന്മാരോട് മാത്രമേ കോർക്കാറുള്ളൂ. എന്നോട് കൊമ്പ് കോർക്കാൻ വരുന്നവർ സൂക്ഷിച്ചാൽ അവർക്ക് നല്ലത്. ഇങ്ങനെ പറഞ്ഞ് കൊമ്പും കുലിക്ക് നടന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. വേറെ ആര്? നമ്മുടെ അമ്പൂക്ക. പിണറായിസത്തിന് അന്ത്യം കുറിച്ചിട്ട് ഇനി ആഫ്രിക്കയിലേക്ക് വണ്ടി കയറൂ എന്നും പറഞ്ഞ് പടി ഇറങ്ങിപ്പോയിട്ട് കൊല്ലം ഒന്നാവാൻ പോകുന്നു. ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ആറാം തമ്പുരാനിൽ മോഹൻലാൽ പറഞ്ഞ പോലെ തുടരുകയാണ് ഇന്നും തീരാത്ത പ്രവാസം. അതേസമയം പിണറായി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പാവം അമ്പൂക്കയാണെങ്കിൽ ഗതിയില്ലാത്ത പ്രേതം പോലെ നിലമ്പൂരിലും എടക്കരയിലും ചുങ്കത്തറയിലും പാണ്ടിക്കാട്ടും എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കണുണ്ട്. എങ്ങനെയെങ്കിലും UDF കയറി പറ്റാൻ നോക്കിയിട്ട് ഒന്നും അത്രയ്ക്ക് വിചാരിച്ച പോലെ നടക്കണില്ല. പിണറായിക്കെതിരെ പോരാടാനിറങ്ങി അവസാനം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ട അവസ്ഥയിലാണ് അമ്പൂക്ക. DMK-യിൽ തുടങ്ങിയ പോരാട്ടം ഇപ്പം തൃണമൂൽ കോൺഗ്രസ് വരെ എത്തി നിൽക്കുന്നു. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. UDF-ൽ അമ്പൂക്കയെ എടുക്കാം, പക്ഷേ തൃണമൂലിനെ എടുക്കാൻ പറ്റില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതായത് കുട്ടിയെ മതി തള്ളേനെ വേണ്ടാന്ന് സാരം. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എല്ലാ ആഴ്ചയിലും അവർക്ക് ചർച്ചകളാണ്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് തൃണമൂലിൽ ചർച്ച, അൻവറിനെ പ്രവേശിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കാൻ UDF ചർച്ച, ആ ചർച്ചയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസ് ചർച്ച, കോൺഗ്രസ് UDF ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും തൃണമൂലിൽ ചർച്ച. ഇങ്ങനെ എല്ലാ ദിവസവും ചർച്ച നടക്കുന്നതല്ലാതെ തീരുമാനമൊന്നും വരണില്ല. ചാനലുകാർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അൻവർ കോൺഗ്രസിലേക്ക്, അൻവർ മുസ്ലിം ലീഗിലേക്ക്, അൻവർ തൃണമൂൽ വിടുന്നു എന്നൊക്കെ ബ്രേക്കിംഗ് അടിച്ചും ചർച്ച നടത്തി ഏറെക്കുറെ മടുത്തിട്ടുണ്ട്. ഇനി താൻ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഒന്ന് ഉറച്ചു നില്ല് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ് അവരിപ്പം. കോൺഗ്രസിലാണെങ്കിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാകാനുള്ള അടി ഒരു വശത്ത്, KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കവും മാറ്റാതിരിക്കാനുള്ള നീക്കവും മറുവശത്ത്. മാറ്റണമെന്ന് സതീശൻ പക്ഷം, മാറ്റരുതെന്ന് സുധാകരൻ പക്ഷം. അതിനിടയിലാണ് അമ്പൂക്ക വയലിലിറങ്ങിയ പോത്തിനെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. CPM-നൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് ആരായിരുന്നു അമ്പൂക്ക? പുലിയെന്ന് പറഞ്ഞാൽ പോരാ, ചീറ്റപ്പുലി. ഫേസ്ബുക്കിലൂടെ പ്രതിപക്ഷ നേതാക്കളെയും മറുനാടൻ മലയാളിയെയും അമ്പൂക്ക അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. എന്തിന്? ആ 24 ചാനലിൽ പോയി ഹാഷ്മിയെ പോലും വിറപ്പിച്ചതൊക്കെ ഓർക്കുമ്പോഴേ കുളിര് പോരും. ആരെങ്കിലും ആക്രമിച്ചാൽ ഉടനെ മറുപടിയാണ്. ഫേസ്ബുക്കിലെങ്കിൽ ഫേസ്ബുക്കിൽ, നേരിട്ടെങ്കിൽ നേരിട്ട്. അങ്ങനെ പാർട്ടി പിന്തുണയുടെ ബലത്തിൽ ആരെയും കൂസാൻ നടന്ന മനുഷ്യനാണ്. ഇപ്പം അതാ ആളും ആരവും ഒന്നുമില്ലാതെ എന്തൊക്കെ പോയ അണ്ണാനെ പോലെ നടക്കുന്നു. ഒരു കാലത്ത് ഫേസ്ബുക്കിൽ പുലിയായിരുന്ന അമ്പൂക്ക ഇപ്പം ഏതെങ്കിലും പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ നാട്ടുകാർ വണ്ടി പിടിച്ചു വന്ന് പൊങ്കാലയിടും എന്നുള്ളതാണ് അവസ്ഥ. ഇന്നലെ അമ്പൂക്ക നല്ലൊരു ഡയലോഗ് അടിച്ചിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം താൻ കുടയിൽ ഒതുങ്ങുന്ന വടിയാണെന്ന് UDF നേതൃത്വത്തിന് അറിയാം എന്നായിരുന്നു ആ ഡയലോഗ്. എൻ്റെ പൊന്നെ അമ്പൂക്ക, നിങ്ങൾ ഈ കുടയും വടിയൊക്കെയാണെന്ന് ആ സതീശിനെക്കാളും സുധാകരനേക്കാളും നന്നായി ആർക്കാണ് അറിയാത്തത്? നിങ്ങൾ LDF-നൊപ്പം നിന്നപ്പം നല്ലൊരു വടിയായിരുന്നു. ആ വടി കൊണ്ടുള്ള അടിയേറ്റ പാട് ഇപ്പോഴും സതീശൻ്റെ മുതുകത്ത് കാണും. ഇപ്പം പഴയ പോലെയല്ല, വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ, ഇടയ്ക്കൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി. അങ്ങനെ നല്ലൊരു വടിയായിരുന്ന കൊണ്ട് എല്ലാവരെയും കുടഞ്ഞിരുന്ന നിങ്ങളിപ്പോൾ വടിയും പിടിയും എല്ലാം ഒടിഞ്ഞ കുട പോലെയായി. കുടയിൽ ഒതുങ്ങുന്ന വടിയെന്നല്ല, കുടയിൽ ഒടിഞ്ഞുപോയ വടിയെന്നായിരിക്കും ഇപ്പം നിങ്ങൾക്ക് യോജിച്ച വിശേഷണം. അമ്പൂക്ക ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം, താൻ UDF-ൽ വരുന്നതോടെ സൈബറിടങ്ങളിൽ പരിഹാസങ്ങൾക്ക് അറുതിയാകുമെന്നാണ്. കൊള്ളാം. അങ്ങ് തന്നെ സ്വയം വിലയിരുത്തുമ്പോൾ ഇനി ഞങ്ങളെന്ത് പറയാനാണ്? എന്തായാലും അമ്പൂക്ക നിർത്തണ്ട, അലച്ചിൽ ഇനിയും തുടരുക. എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണാതിരിക്കില്ല. ശുഭയാത്ര.